ഞാൻ കാലത്ത് തന്നെ വന്നിട്ട് കട്ടൻ ചായ ഉണ്ടാക്കി, പിള്ളേർക്കുള്ള വെള്ളത്തിന്റെ കുപ്പിയിൽ വെള്ളം നിറച്ചു. പിന്നെ എന്നിട്ട് അരി എടുത്ത് അമ്മേ വെള്ളത്തിലിട്ട് കുറച്ച് നേരം ജസ്റ്റ് കഴുകണതിന് മുന്നേ ഇത്തിരി നേരം ചൂടുവെള്ളത്തിലെടുത്തിടും. അത് ചെയ്തു. അപ്പോൾ ഇന്ന് വിചാരിച്ചു പിള്ളേരെ സ്കൂളിൽ വിടുന്നത് ഇതെങ്ങനെയാണ്, കാലത്ത് എങ്ങനെയാണ് ഇവരുടെ റുട്ടീൻ എന്ന് കാണിക്കാന്ന് കരുതി. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം എന്തിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ 6:30 പിള്ളേരെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ പോയിട്ട് ഫസ്റ്റ് തന്നെ വിളിക്കാമെന്ന് വിചാരിച്ചേക്കാം. അയ്യോടാ, രണ്ടുപേരും നല്ല ഓർക്കാം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. 6:30 ആയിട്ടാ. എനിക്കോ വൈകുന്നേരം എല്ലാ ദിവസവും 9 തൊട്ട് 12 വരെയാണ് അലക്കണതും ഉണക്കണതും. അപ്പോൾ ഉണക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഡ്രസ്സ് കൊണ്ട് വേഗം കട്ടിൽ കൊണ്ടിടും. അപ്പോൾ പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അവർ തന്നെയാണ് മടക്കി വെക്കുന്നത് അവരുടെ ഡ്രസ്സൊക്കെ. അപ്പോൾ ബെഡ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവരത് ചെയ്തോളും. അപ്പോൾ കാലത്ത് തന്നെ അത് ചെയ്ത് വെക്കും ഫസ്റ്റ് തന്നെ. രാവിലെ കാലത്ത് തന്നെ എഴുന്നേറ്റിട്ട് ബാസ് രാവിലെ എനിക്ക് അയ്യോ, കാലത്ത് ഇവിടെ നമുക്ക് പുറത്ത് മറ്റേ അതെന്ത് ഡിഷാ? ടർക്കിഷോ അല്ലല്ലോ, കൊറിയനോ? നമ്മുടെ മറ്റേ റൈസ്, ചിക്കൻ ഓൺ റൈസ്, അതെന്തൊരു ഡിഷാ? അതെന്ത് ഡിഷാ? ഏത് സ്പെഷ്യലാ അറിയില്ല. നമ്മളിങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാറുണ്ട്. ചിക്കൻ ഓൺ റൈസ്, ചിക്കൻ ഓൺ ഫ്രൈസ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ ഇവർ ശരിക്കും ഉണ്ടാക്കുന്നത് മറ്റേ സ്റ്റിക്കി റൈസ് വെച്ചിട്ടല്ലേ. നമ്മൾ സാധാരണ ബസ്മതി അരി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് ചിക്കനും. ഞാൻ പക്ഷെ സാധാരണ ബസ്മതി അരി വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നഗറ്റ്സ് ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസിൻ്റെ മുകളിൽ ഇതെല്ലാം കൂടി കുരു നരിഞ്ഞിട്ടിട്ട്, ശരിക്കും അത് അങ്ങനെയാണ് ഡിഷ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ സോസുകൾ, നമുക്ക് ഇഷ്ടമുള്ള സോസുകൾ അവിടെ കുറേ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മളിലുള്ളത് അയോളിയും മയണൈസും കെച്ചപ്പും സ്വീറ്റ് ചില്ലി, പിന്നെ നമ്മളിലുള്ള വേറെ ഒരു മറ്റേ സാധനം നീ ഉപയോഗിക്കണം എന്നിട്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് സോസസ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാം കൂടി ഒഴിച്ചിട്ട് ഇവർക്ക് ഇഷ്ടമുള്ള സോസുകൾ വെച്ചിട്ട് സെറ്റ് ചെയ്യാന്ന് വെച്ചു. പൊന്നൂസിനാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ, സ്കൂളിൽ ചെല്ലുമ്പോൾ ചോറ് ചൂടാക്കാൻ പറ്റും. മാവട്ടിക്ക് പറ്റില്ല. അപ്പോൾ മാവട്ടിക്ക് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ചോറ് ചൂടാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് കൊടുത്തു വിടും. തണുക്കും എന്നാലും. പക്ഷെ പൊന്നൂസിനെ അവിടെ ചെന്ന് ചൂടാക്കി നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കാം. പക്ഷെ മാവട്ടിക്ക് ആ സൗകര്യമില്ല. പിന്നെ ആപ്പിള് കൊടുത്തു വിടും. കുറച്ച് മുന്തിരി ഇരിക്കുന്നുണ്ട്, മുന്തിരി കൊടുത്തു വിടും. പിന്നെ പൊന്നൂസിന് നട്ട് ബാർ, മാവട്ടിക്ക് ബിസ്ക്കറ്റും മാഷ്മെല്ലോ പഫ്സും. മാവട്ടിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. മാവട്ടി മാത്രമേ കഴിക്കുള്ളൂ അല്ലേ. അതിൻ്റെ ഉള്ളിൽ മറ്റേ ഒരു ബോള് പോലെ ചോക്ലേറ്റിൻ്റെ കോട്ടിങ് ആയിട്ട്, പക്ഷെ ഉള്ളിൽ മാഷ്മെല്ലോ. അത് മാത്രം അത് ഇഷ്ടമുണ്ട്. ഇവരുടെ എങ്ങാനും ബിസ്ക്കറ്റ് എങ്ങാനും ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെ പറയും, ഞങ്ങളുടെ ബിസ്ക്കറ്റ് തീർത്തേന്നല്ലേ. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ആദ്യം ചായ കുടിച്ചിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. രാവിലെ കഴിക്കാൻ ഇവർക്ക് പൊന്നൂസിന് ഇപ്പൊ ഞാൻ ഓട്സ് ഉണ്ടാക്കണം. അവനെല്ലാ ദിവസം ഓട്സിന്റെ അകത്ത് എന്നിട്ട് പീനട്ട് ബട്ടറും ഹണിയും കൂടി മിക്സ് ചെയ്തിട്ട് പഴവും കൂടി ഇട്ടിട്ട് അവൻ അതാ കഴിക്കണം. അപ്പൊ അവനതിപ്പോ ഉണ്ടാക്കണം. അല്ല, ഞാൻ ഉണ്ടാക്കിയെന്നൊക്കെ. വാവുട്ടിക്ക് ചോക്കോസും പാലും, ഞങ്ങൾക്ക് ബ്രെഡും ഹാം ആൻഡ് ചീസും. അവനുണ്ടായിട്ടുണ്ടാക്കും. എന്നിട്ട് അതിന്റെ സ്പെഷ്യലാണ്. ഒന്നും മാവൊന്നും അരക്കാനിട്ടിട്ടില്ല, അത് രണ്ട് ദോശ ഉണ്ടാക്കിയിട്ട്. ഇന്നലെ എവിടെയാണ് മാവ് തീർന്നത്? ദോശമാവ്, മറ്റേ ദോശ. അപ്പൊ കുറച്ച് പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മറ്റേ സോഫ്റ്റ് ഓട്സ് വാങ്ങിച്ചാണ്. അത് സോഫ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തിളച്ച് കഴിഞ്ഞിട്ട് അത് തിളച്ചിട്ടിട്ടാൽ മതി. അത് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അതങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് വേവും. അങ്ങനത്തെ ഓട്സ് വാങ്ങിച്ചാണ്. ഇതിപ്പോൾ എനിക്ക് ഓഫുള്ള ദിവസം ഈവനിങ് ഉള്ള ദിവസമൊക്കെയാണ് ഞാൻ ശ്രമിക്കണത് ഇത് ഉണ്ടാക്കാൻ. ഞാൻ എത്ര ഉണ്ടാക്കിയാലും അവനത് ഇഷ്ടമാവാറില്ല. അവന് തന്നെയായിട്ട് ഉണ്ടാക്കണം. ഇന്നലെ ഞാൻ അതുപോലെ ഓട്സ് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അത് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ അവന് പീനട്ട് ബട്ടർ ശരിക്കും മെൽറ്റ് ആവണിരുന്നു. അപ്പോൾ അത് ഇതിനകത്തോട്ട് ഇട്ടിട്ട് അവനൊന്ന് അങ്ങനെ എന്നിട്ട് പറയാം ഇളക്കി എടുക്കണം. എന്നിട്ട് ഹണി ഇടും അതിനകത്ത്. പിന്നെ ഇത് പൊന്നൂസിന് വേണ്ടിയിട്ടാണ്.
പിന്നെ പഴത്തിന് നന്നായിട്ട് ഉടച്ചിട്ടിട്ടും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കണേ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, മെയിനായിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് അതും കൂടി കാണിച്ചു കൊടുക്കട്ടെ. അവൻ അത്രയും അറിയില്ല, ഞാൻ ഉണ്ടാക്കിയിട്ട് അവൻ്റെ എക്സ്പ്രഷൻ അതൊക്കെ നമുക്ക് നോക്കാം. അവൻ തന്നെ ഉണ്ടാക്കണേ അവന് ഭയങ്കര ഇഷ്ടം അല്ലേ. നല്ലതാണ് ഈ ഓട്സ്. അവൻ കഴിക്കുന്നത്, അവൻ ഇപ്പൊ ഈ ഒക്ടോബറിലേക്ക് 14 വയസ്സ്, അവൻ കുറച്ച് ജിമ്മൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റേ വെയിറ്റിന്റെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അവനൊക്കെ ചെയ്യുന്നത്. അപ്പം കുറച്ചുകൂടി പ്രോട്ടീൻ പ്രോട്ടീനാ ഓട്സിലല്ല, പീനട്ട് ബട്ടറില്. ഓട്സ് നല്ലതല്ലേ, കാർബോഹൈഡ്രേറ്റ് ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ കാലത്ത് തന്നെ കുറേ ദോശ ഇഡ്ഡലിയും സാധനങ്ങൾ നമ്മളതൊക്കെ കഴിച്ചാൽ വളർന്നേക്കണം. പക്ഷെ ഇവര് കുറച്ചും കൂടി ഇവരിങ്ങനെ ഇവിടെ കണ്ടിട്ടാന്ന് തോന്നുന്നു അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുക. എന്നും ഓട്സ്, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ എന്നിട്ട് നമ്മളൊരു റീൽസ് ഇട്ടുണ്ടല്ലേ, മറ്റേ ഗ്രീക്ക് യോഗട്ടും കുറെ ഫ്രൂട്ട്സും പീനട്ട് ബട്ടറും ഹണിയൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിന്റെ റീൽ ഇട്ടുണ്ട് ഓൾറെഡി. അത് കഴിക്കും, ഇത് കഴിക്കും. പിന്നല്ലേ വന്നിട്ട് കഴിക്കാം, ചോക്കോസും പാലും കഴിക്കാറുണ്ട്. അവനെന്തോ അങ്ങനെ. പിന്നെ നിർബന്ധിച്ച നമ്മുടെ എല്ലാ ഭക്ഷണം കഴിക്കട്ടെ. നമ്മുടെ ഒന്നും കഴിക്കില്ല, അയ്യോ അവിടുത്തെ ന്യൂസിലാൻഡിലെ കുട്ടി അങ്ങനെ എല്ലാവരും പറയണേ. നമ്മുടെ എല്ലാ സാധനങ്ങളും കഴിക്കും. പക്ഷെ ഇപ്പൊ അവൻ കുറച്ചും കൂടി ഹെൽത്ത് കോൺഷ്യസ് ആയത് കാരണം കൊണ്ട് അവൻ അങ്ങനത്തെ കഴിക്കും. പാവുട്ടിനെ കൊണ്ട് അങ്ങനത്തെ കഴിക്കാൻ ശ്രമിക്കും. അവനെ കൊണ്ട് ചെയ്യാൻ ശ്രമിക്കും. പാല് തിളച്ചു വരുന്നുണ്ട്, ഇനി അപ്പോൾ അതും കോഴ്സ് ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ആവും. ഇപ്പൊ ഇതിനകത്തിട്ട് ഓൾറെഡി ഓട്സ് ഞാൻ ഇട്ടു. ഇനി ഇടാൻ പോണെന്ന് അറിയോ, പീനട്ട് ബട്ടർ നല്ല സോഫ്റ്റ്, മറ്റേ എന്നിട്ട് കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള വാങ്ങിച്ചത്. അതും അതിന് വില കുറവ്, പക്ഷെ നല്ല ടേസ്റ്റാ. പക്ഷെ അവന് ഇഷ്ടമില്ല, അവനിങ്ങനെ കടിക്കണത് ഇഷ്ടമില്ല. പിന്നെ ഇപ്പൊ നിവൃത്തിയോടുകൂടി ഈ ബോട്ടിൽ തീർക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് അവൻ കഴിക്കണത്. വാങ്ങാൻ പോയിപ്പോ നമ്മൾ അവരെ കൊണ്ടുപോയിണ്ടായില്ല. അപ്പൊ ഇതിനകത്ത് അപ്പൊ നമ്മള് വെറുതെ ഇത് ഇട്ട് കഴിഞ്ഞാലേ, പാത്രത്തിലേക്ക് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അത് മെൽറ്റ് ആവില്ല തോന്നുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാല് പെട്ടെന്ന് മെൽറ്റ് ആവും. ബട്ടർ അല്ലേ, അതിനകത്തോട്ട് മിക്സ് ആവും. ഇനി കുറച്ച് ഹണി ഒഴിക്കും. പിന്നെ പഴം നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഇടും. ഹണി ഇന്നലെ ഞാൻ കുറച്ച് ഒഴിച്ച് അവന് കൊടുത്തിരുന്നു, പക്ഷെ അവൻ വീണ്ടും ഒഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഒഴിക്കാറുള്ളൂ. ഓൾറെഡി പഴമൊക്കെ ഇടുമ്പോ നല്ല മധുരം ഉണ്ടാവില്ലേ. ഇപ്പൊ തന്നെ നല്ല തിക്കായി, നല്ല ടേസ്റ്റ് ആയിട്ട്. പക്ഷെ ഇത് ഞാൻ എന്റെ ഇന്നലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു, അടിപൊളി ടേസ്റ്റാ. നമ്മൾ വിചാരിക്കണ പോലെയല്ല, നമ്മളൊക്കെ എന്തിട്ടത്, പക്ഷെ നല്ല രസാട്ടാ. ഏട്ടൻ കഴിച്ചിട്ടില്ല അല്ലേ? ഇനി എന്നിട്ട് വെച്ചാൽ പഴം മാഷ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഇടും. പഴം മാഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചത് എങ്ങനെ സെറ്റ് ആക്കണേന്ന്. വാവട്ടിയുടെ പണി തുടങ്ങിയിട്ടാ. വാവട്ടി അവന് തന്നെയുള്ള, ഞാൻ അവനിത് ഇഷ്ടമല്ല, ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കില്ല, പ്രത്യേകിച്ചും പഴമൊന്നും കഴിക്കില്ല. വാവട്ടി ഇപ്പൊ അവന്റെ മറ്റേ പാല് ചൂടാക്കാൻ പോവാ. നമ്മുടെ നാട്ടില് പാല് തിളപ്പിക്കണം, പക്ഷെ ഇവിടെ ഈ പാല് ഓൾറെഡി മറ്റേ നന്നായിട്ട് കുക്ക് ചെയ്ത പാലാന്ന് തോന്നുന്നു. കുക്ക് ചെയ്തോ നന്നായിട്ട് ക്ലീൻ ചെയ്ത പാല. അപ്പം ജസ്റ്റ് ചൂടാക്കിയാൽ മതി. എന്നിട്ട് അതിനകത്തിട്ട് അവൻ ചോക്കോസ് ഇട്ട് കഴിക്കുമ്പോൾ അവിടെ എത്ര മിനിറ്റ് വയ്ക്കും? അപ്പോ എന്നിട്ടത് പഴം നന്നായിട്ട് സ്മാഷ് ചെയ്ത് ഉടച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ നന്നായിട്ട് ഇപ്പൊ കണ്ടില്ലേ, നേരത്തെ കണ്ട പോലെ നന്നായിട്ട് ഇത് പാലിനകത്തൊരു മിക്സ് ആയി കുതിർന്നിട്ടുണ്ട്. ഇനി പാല് കുറവാണ്, ഭയങ്കര തിക്കായിരുന്നു. അതാണ് അവനിഷ്ടം. ചില സമയത്ത് ഇതിനകത്ത് അവൻ മറ്റേ ഗ്രീക്ക് യോഗട്ട് ഇടുന്ന കാണാം. എനിക്കറിയില്ല കേട്ടാ, പാലും യോഗട്ടും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നു. പക്ഷെ അവൻ പാലും യോഗട്ടൊക്കെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കണം. ഇപ്പം ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ അത് കാണിച്ചു കേട്ടാ. ഇതിപ്പം എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവന്റെ ടൈപ്പ് അവൻ എന്തെങ്കിലും ഹണി, ഓട്സ്, പാല്, ബനാന, പീനട്ട് ബട്ടർ, ഇത്ര സാധനമാണ് മിക്സ് ചെയ്ത് വെച്ചേക്കണത്, മിക്സ് ചെയ്യണത്. പൊന്നസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പൊന്നസിനോട് ചോദിച്ചു നോക്കാം എന്തെങ്കിലും വേറെ വേണോന്ന്. അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മറ്റേ പാലും ഒക്കെ മിക്സ് ചെയ്ത് നീ പറഞ്ഞ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഇത് തിന്ന് നോക്കിട്ടേ നിനക്ക് ഇനി എന്തിട്ടെങ്കിലും ചേർക്കണമെങ്കിൽ ചേർത്തോ. ഇന്നലത്തെ പോലെ മറ്റേ ഹണിയോ ചേർക്കണോ ചേർത്തോ, നോക്കി നോക്കിക്കോളൂട്ടാ. എന്റെ അമ്പോ മതിയോ?
പക്ഷെ അത് ചിലപ്പോ പാലിന്റെ അടിയിലേക്ക് പോയിരിക്കും. എനിക്ക് ചിലപ്പാണ് വന്നിട്ട് ഇതിട്ടാ പാലിന്റെ അടിയിലേക്ക്. പോലീസിനെ കുറച്ച് കട്ടൻ ചായ വേണമായിരുന്നോ? നോക്കിയൊക്കെ ടേസ്റ്റ് നോക്കിയൊക്കെ ഹണി കുറവോ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ നോക്കിയൊക്കെ, ഉണ്ടെങ്കിൽ അമ്മ കുറച്ചും കൂടി തരാം. അപ്പൊ ഹണി കുറവായിരുന്നു. അപ്പൊ പോലീസ് വീണ്ടും ഹണി ചോദിച്ചു. ഹണി പിന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമല്ലേ? എന്തോരം വേണം? മതിയോ? നീ ഇങ്ങനത്തേനകത്ത് മറ്റേ ഗ്രീക്ക് യോഗട്ട് ഇടാറില്ലേ? ഇതിനകത്തല്ല ഇപ്പൊ ഇടാറില്ല? എങ്ങനെ ഇത് കണ്ടുപിടിച്ചേ? യൂട്യൂബിലാ? ഇതെന്താ സ്പെഷ്യല് ഇത് കഴിച്ചോണ്ട്? പ്രോട്ടീൻ ആണോ? ഇത് 2 തരം ഗ്രേപ്പ് ഉണ്ടല്ലോ. അതിന്റെ ഇടയിൽ കഴിച്ച് മനസ്സിലുണ്ടാ. അപ്പൊ ഇത് ഒന്ന് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെക്കാം. മറ്റേ നാട്ടിലൊക്കെ ഉപ്പിട്ട് വെക്കുന്നു. ഉപ്പും മറ്റേ എന്നിട്ട് അതിന്റെ പേര് ഉപ്പും മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് അങ്ങോട്ട് വെക്കുന്നു. ഉപ്പും മഞ്ഞപ്പൊടി എന്നിട്ട് വെക്കാം. അല്ല നമ്മളവിടെ മറ്റൊരു ഒരു ഗുളിക ഇട്ട് വെക്കുക, വെള്ളത്തിലിട്ട് വെക്കുക കഴുകാനായിട്ട്. വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടുത്തെ കെമിക്കലും ഇല്ലാന്ന് തോന്നുന്നില്ലേ? ആർക്കറിയാം. ഇവർക്കിപ്പോ കുറച്ച് ആപ്പിളും കുറച്ച് മുന്തിരിയും കൊടുത്തു വിടണേ. ആപ്പിൾ ഇപ്പൊ സീസൺ ആണോ? കുറച്ച് കേടായിട്ടുണ്ട്. വീണ ഭാഗം തോന്നുന്നു അല്ലേ? ആപ്പിൾ ഇപ്പൊ എല്ലാവരും ഉണ്ട് തോന്നുന്നുണ്ട്. കുറെ സ്ഥലത്ത് ഫ്രൂട്ട്സ് കുറെ മറ്റേ ഓറഞ്ച് ഒക്കെ നിൽക്കുന്നുണ്ട് ഇഷ്ടം പോലെ എല്ലാ വീടുകളിലും. വീടൊക്കെ വാങ്ങിച്ചിട്ടാണ് കുറച്ച് ഫ്രൂട്ട്സിന്റെ മരമൊക്കെ വെക്കാൻ. അതോടെ പക്ഷെ എല്ലാവിടെയും അത്ര നല്ലതായിട്ട് ഞാൻ ആരും കണ്ടിട്ടില്ല. എല്ലാ വീടുകളിലും ഇതൊക്കെ ഉണ്ട്, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ആപ്പിളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചെറുതായിരിക്കും. എനിക്ക് ശരിക്കും നോക്കാത്ത കാരനായിരിക്കും. ആരും നോക്കണമെന്നുണ്ടാവില്ല. ഈ തണുപ്പത്ത് ആരെ കൊണ്ട് പറ്റും പുറത്തൊക്കെ പോയിട്ടൊക്കെ ചെയ്യാം. നല്ല ഇവിടെ ആപ്പിൾ ഉണ്ടാവുന്നുണ്ട്. തണുപ്പല്ല. നമ്മുടെ മുന്നത്തെ വീടിന്റെ ഫ്രണ്ടിൽ പറയുന്നുണ്ട് മുന്തിരി വൈകുന്നേരം ഒരു പാത്രം കൊണ്ട് പോയി. അതാ ശരിക്കും നടക്കണ വഴിയില് അല്ലെ? ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നി ആ സൈഡ് ഇങ്ങനെ ചതഞ്ഞത് വണ്ടിയിൽ എടുത്തിരിക്കും, അല്ലെങ്കിൽ വീണിട്ടായിരിക്കും. വീണുണ്ടോ? ഫ്രൂട്ട്സ് ഒക്കെ റെഡിയാക്കാ. മറ്റേ ഇത് ഇവന്റെ പാത്രം ഫ്രൂട്ട്സ് റെഡിയാക്കി. എന്നിട്ട് മാഷ്മെല്ലോ പഫ്സും ബിസ്ക്കറ്റും റെഡിയാക്കി. ഇനി ഇത് ഞാൻ അന്ന് ടെമു ഹോളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് ടെമുന്ന് വാങ്ങിച്ചത് സ്പൂണും ഫോർക്കും. പക്ഷെ വീണ്ടും സ്ഥലത്തിന്റെ പേര് മറന്നുപോയി. ചോപ്പ് സ്റ്റിക്സ് ഒന്നും മറന്നുപോയി. അപ്പൊ ഇത് വാവട്ടിയുടെ അല്ലേ? ഇത് വാവട്ടിയുടെ. ഇനി ഇതിനകത്താണ് നമ്മൾ റൈസ് റെഡിയാക്കാൻ പോണേ. ഇത് പൊന്നൂസിനുള്ളത്. പൊന്നൂസ് ഇതുപോലത്തെ ചെറിയ വേറൊരു പാത്രത്തിൽ കൊണ്ടുപോകണം. വെച്ചാൽ അവന് അവിടെ ചെന്ന് കഴിയുമ്പോൾ ചൂടാക്കാൻ വേണ്ടിട്ട്. ഇത് പൊന്നൂസിന്റെ. പൊന്നൂസ് ഫുള്ള് കഴിച്ചില്ല കേട്ടോ, കുറച്ച് ബാക്കിയുണ്ട്. അവിടെ ഹെൽത്തി ഫുഡ് കഴിക്കാ. അടിപൊളിയാ. ഇനി ചോറ് സെറ്റാക്കാം അല്ലേ? ചോറ് പച്ചരിയല്ലേ? ബസ്മതി. 3 പാത്രം. ഒരെണ്ണം വാവട്ടിക്ക്, ഒരെണ്ണം പൊന്നൂസിന്, ഒരെണ്ണം അവിടെ സൈഡിൽ മറ്റേ ഇവൻ പറഞ്ഞ പോലെ അത് വേസ്റ്റ് പാത്രം. സൈഡിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിനകത്ത് ഇട്ടിട്ടോ. വേസ്റ്റ് പാത്രം അതല്ല, അത് വാവട്ടിയുടെ പാത്രം. അല്ല, അറ്റത്ത് കാണുന്ന പാത്രം അതെന്റെയാ. എനിക്ക് ഈവനിങ് അപ്പൊ ഞാനും കൊണ്ടുപോകും. വാവട്ടിക്ക് എന്തോരം സോസ് വേണിച്ചാൽ അത്ര ഒഴിക്കിട്ടാ. മതി 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 മതി. കൊറേ ഒഴിക്കും. അത് കുപ്പി. ഇനി വേറെ ഏതെങ്കിലും സോസ് വേണോ? അയോളിയോ? അയോളി ഇട്ട് നോക്കാം ഈ പ്രാവശ്യം. രസം ഉണ്ടാവോ? ഇല്ല, അയോളി ഒട്ടും രസമില്ല. അയോളി സൂപ്പർ സോസാ. അയോളി അങ്ങനെ പുളിയാ. നല്ലതല്ലേ? നല്ല കുറച്ച് കെച്ചപ്പ് ഒഴിച്ചിട്ട് കറി ഉണ്ടാക്കിയാലോ? നിനക്കിത് മാത്രം മതി പൊന്നൂസേ? എന്നിട്ട് വാട്ടി കാണിക്കുന്നത് വാട്ടിയെ പുളിയാണ് അത്. പൊന്നൂസിന് ഇത് മാത്രം എങ്ങനെയാ? അല്ല, ഇത് മാത്രം സോസ് മതിയോ? മറ്റേ ഇവന്റെ ഈ സോസോ നല്ലതാണ്? ഇല്ല, ഇതിന് പുളിയില്ലല്ലോ. ഉണ്ടോ? അപ്പം നമ്മുടെ ചോറ് ഇവിടെയപ്പാ. ഇവിടേക്ക് വീഡിയോ എടുക്കാം. അപ്പൊ ഇവരുടെ
ലഞ്ചിനുള്ളത് സെറ്റായി. ഇവരുടെ മാത്രല്ല എന്റെയും. ഞാൻ ഇന്നലെ ക്യാരറ്റ് തന്നെ ഉണ്ടായിരുന്നതൊക്കെ. അപ്പോൾ എന്റെയും ഇവരുടെ ഫുഡ് റെഡിയായി. ഇനി ഇതിന്റെ അടുത്ത് മേടിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാലത്ത് കഴിക്കാൻ ബ്രെഡും ഹാം ആൻഡ് ചീസ് ഉണ്ടാക്കിയല്ലോ. നമുക്ക് ചോക്കോസ് മതി. പെട്ടെന്ന് പരിപാടി കഴിയുന്നു. ഇഷ്കുന്ന സമയമുണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇഷ്ടം പോലെ ഹാമുണ്ട്. നിങ്ങക്ക് വേണോ? ഹാം ആൻഡ് ചീസ് ഉണ്ട്. അപ്പൊ അടുത്തത് ഹാം ആൻഡ് ചീസ് ഉണ്ടാക്കാം. എന്റെ ഏട്ടാ എന്തൊരു പണി ഇന്ന് മറ്റേ ഹാം ആൻഡ് ചീസ് സാധാരണ ഹാം ആൻഡ് ചീസ് ഉണ്ടാക്കിയതല്ലേ? ഹാമ കഴിഞ്ഞു ഉണങ്ങി ഹാമ. അത് ഇപ്പൊ കഴിക്കാനും എനിക്ക് ഒരെണ്ണം കൊണ്ടുപോകാനും അല്ലേ? നല്ലല്ലേ ഹാം ആൻഡ് ചീസ്? ഹാം ആൻഡ് ചീസ് നല്ലതാ. ആദ്യം എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ കഴിച്ച് ഇഷ്ടായി. തന്നെ ഹാം വെച്ചു. ഇനി എന്നിട്ടാ എല്ലാത്തിനും എനിക്ക് രണ്ടെണ്ണം. നല്ലതല്ലേ? പക്ഷെ അടിപൊളിയാ. ഇത് ആദ്യം ആർക്കും ഇഷ്ടണ്ടാവില്ല. പിന്നെ ഇതെന്ത് ഹാമാ? എന്ത് ഹാമാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹാമ അല്ല, സാധാരണ പോർക്കല്ലേ ഉണ്ടാവാറ്? പോർക്കല്ലേ ഹാം അല്ലേ ഓട്ടി? ഇതൊക്കെ എന്താ അറിയാത്ത? ആർക്കും അറിയില്ല. എന്നിട്ട് ഹാമെന്ന് ആർക്കും അറിയില്ല. അതെ, പോർക്കാണ്. പോർക്ക്. ഇപ്പൊ ചീസിനെ നല്ല ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടാ. നല്ലതല്ലേ ചീസ്, ഹാമ്, പിന്നെ പുറത്ത് കുറച്ച് ബട്ടറും തേക്കും ബ്രെഡിന്റെ മുകളില്. നമ്മള് മറ്റേ ടോസ്റ്റ് ചെയ്യണേ മുന്നേ പുറം സൈഡിൽ കുറച്ച് ബട്ടറും കൂടി തേച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇതിനുള്ള പൈനാപ്പിൾ ഇടും. അയ്യേ, എനിക്ക് ഇഷ്ടമല്ല പൈനാപ്പിളിന്റെ ടേസ്റ്റ്. ഈ പിസ്സയുടെ ഉള്ളിൽ നമുക്ക് പൈനാപ്പിൾ കിട്ടില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ആ ഒരു മധുരം കടിക്കണത്. നിങ്ങളത് എല്ലാത്തിനകത്ത് ഇട്ടാ. ഇത് കഴിയുമ്പോഴേ തലയിൽ വെളിച്ചെണ്ണ വെച്ചിട്ടെ. എന്റെ തലയിൽ വെച്ചോ. അങ്ങനെ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ വരുന്നത് നീ പറയും. എന്റെ തലയിൽ വെച്ചോ. നോക്കാം. എന്റെ തലയിൽ വെച്ചേട്ടോ. ഇടയ്ക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തലയിൽ എണ്ണ തേക്കാറുണ്ട്. എന്നുവെച്ചിട്ടുണ്ടെങ്കില് നല്ല വെള്ളമൊക്കെ നല്ലതാ, പക്ഷെ തണുപ്പായതുകൊണ്ടോ അതോ നമ്മുടെ വെള്ളം കൂടി കുറഞ്ഞിട്ടാണോ അറിയില്ല, പെട്ടെന്ന് താരം വരും ഇവിടെ അല്ലേ? എന്താക്കി റെഡിയാണ് സംഭവം. സെറ്റാണ്. ഈ മുകളിൽ ബട്ടർ തേക്കില്ലേ? ഇപ്പൊ ഓൾറെഡി ചീസ് ഇട്ടിട്ട് അടച്ചോണ്ടിരിക്കുക. ഇപ്പൊ ബട്ടർ തേച്ചിട്ടാണോ നമ്മള് അരിക്ക് വെക്കുക? ബട്ടറോ നമുക്ക് ബ്രെഡ് സ്പ്രെഡോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. സെയിം തന്നെ, ബട്ടർ തന്നെ. ബ്രെഡ് സ്പ്രെഡ് കഴിഞ്ഞു. അപ്പൊ ബട്ടർ ഇട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വെച്ചേക്കണതാ. ഇതിന്റെ മുകളിൽ ബട്ടർ തേക്കോ? ആദ്യം ഫസ്റ്റ് അടിയിൽ ബട്ടർ തേച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് വെച്ചേക്കണത്. ഓൾറെഡി നമ്മുടെ ടോസ്റ്റ് നന്നായി ചൂടാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിന്റെ മുകളിലും ബട്ടർ തേക്കണം. എന്താ അതിന്റെ നോക്കട്ടെ ഒന്ന് തുറന്നു കാണിച്ചു തരുമോ? ഇനിയാണോ ചീസ് ഇങ്ങനെ ഒലിക്കുന്നതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തരുന്ന നല്ല സന്തോഷമുണ്ട്. പക്ഷെ ചില സമയത്ത് സന്തോഷമില്ല. ചില സമയത്ത് നമുക്ക് നല്ല മൂഡ് വേണം ഫുഡ് ഉണ്ടാക്കാനായിട്ട്. മൂഡില്ലെങ്കിൽ നമുക്കൊരു ഇതുണ്ടാവില്ല. ഫുഡ് ഉണ്ടാക്കാൻ ഉണ്ടാക്കിയോ. ഇങ്ങനത്തെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാക്കിയതോ. ബിരിയാണി, ഇങ്ങനത്തെ സാൻഡ്വിച്ചുകളൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. ഗ്രില്ലൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ബണ്ണും ഇതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അത് ഇങ്ങനെ കുരുകുരാന്ന് കട്ട് ചെയ്ത് മയോണൈസൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയതാണ്. അത് അടിപൊളിയാണ്. ഇങ്ങനത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ എൻ്റെ ഇടം വേണം. അതുകൊണ്ട് തന്നെ പിള്ളേർ പറയും മറ്റേ എന്നിട്ട് നാടൻ സാധനങ്ങൾ അമ്മയും സ്പെഷ്യൽ അപ്പയാണ് അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നത് അല്ലേ? സെറ്റാക്കിട്ടാ നമ്മുടെ സാൻഡ്വിച്ച് കടയിൽ നിന്ന് സാൻഡ്വിച്ച് വാങ്ങിക്കണ പോലെ സാൻഡ്വിച്ച് പോലെ. നല്ല പ്രൊഫഷണൽ ലുക്ക് ഉണ്ടല്ലോ. ആഹാ, ചീസ് ദേ മെൽറ്റ് ആയിട്ടുണ്ട്. അതേടാ അടിപൊളി നല്ല സുഖം. ഞാൻ ദേ പടപടാ തിന്നത് 4 പീസ് ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ രണ്ടെണ്ണം കൂടെ ഉള്ളൂ. ചീസ് മെൽറ്റ് ആയിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ. അത് മാത്രല്ല, മുകളില് ബ്രെഡ് ബട്ടർ ശരിക്കും ബട്ടർ തേച്ച് നല്ല ടേസ്റ്റാ.
ബട്ടർ തേച്ചിട്ട് ബ്രെഡ് സ്പട്ടിനേക്കാളും ടേസ്റ്റ് ബട്ടറാണ്. വെറുതെ ടോസ്റ്റ് ചെയ്യണേക്കാളും ബട്ടർ മുകളിൽ തേച്ചിട്ട് ടോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നാട്ടിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമ്മള് മറ്റേ ബ്രെഡ് മുരിക്കാന്ന് ഓർമ്മയില്ല അത്. നാട്ടിൽ അങ്ങനെ കുറെ കഴിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ബ്രെഡ് മമ്മി ഉണ്ടാക്കാറുണ്ട്. പാലും മുട്ടയും പഞ്ചസാരയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ബ്രെഡ് അത് അതിന് പറയാ എന്തോ ടോസ്റ്റ്, ബ്രെഡ് ടോസ്റ്റ്, ഫ്രഞ്ച് ടോസ്റ്റ്, ഫ്രഞ്ച് ഫ്രഞ്ച് സ്പാനിഷോ എന്തോ ടോസ്റ്റ്. കാലത്തെ ഞങ്ങളുടെ ഭക്ഷണം പിള്ളേരുടെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റാക്കിയിട്ട് ഞങ്ങള് പിള്ളേർ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി പോവാം. റെഡിയാണോ ഓട്ടി മനസ്സോ? മനസ്സ് റെഡിയാണ് അല്ലേ മനസ്സേ? അപ്പൊ ഞങ്ങള് സ്കൂളിലേക്ക് കൊണ്ടുവിടാം. 8:30. മഴ ഉണ്ടായിരുന്നു ഇന്നലെയൊക്കെ, ഭയങ്കര മഴയായിരുന്നു. അപ്പൊ വഴിയിലൊക്കെ നിറച്ചും വെള്ളവും സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വാവട്ടിനെ ഞങ്ങൾ സൈക്കിളുമ്പോൾ വിട്ടില്ല. ചില ദിവസങ്ങളിലൊക്കെ അവൻ സൈക്കിളുമ്പോൾ പോകും, പൊന്നൂസ് നടന്നൊക്കെ പോകാറുണ്ട്. പക്ഷെ അങ്ങനെ വിട്ടില്ല. ബൈ ഓട്ടി. പൊന്നസേ ബൈ ബൈ. ബൈ. ഹാമിൽട്ടൺ ബോയ്സിന്റെ മറ്റേ ഗ്രൗണ്ട് അല്ലേ ഇത്? അടിപൊളിയല്ലേ? എവിടെ മറ്റേ ഫുട്ബോൾ അല്ലേ അത്? ഫുട്ബോൾ കോർട്ട്. വെയിലുണ്ട് എന്റെ ചേട്ടാ? വെയിലില്ലേ? വെയിലില്ലത്. ഇത് മറ്റെന്നിട്ട് പറയാ വെയിലുണ്ട്, ചൂടില്ല. ചൂടില്ല, സൺലൈറ്റ്. വെയിലിനും സൺലൈറ്റും വ്യത്യാസമില്ലേ? എന്നെ നോക്കി തലേ കാലത്ത് കണ്ടിട്ട് ഒന്നും ചെയ്തില്ലല്ലോ. ആകെ പല്ല് വെച്ച് എഴുന്നേറ്റ്. സാധാരണ പല്ല് വെക്കാറില്ല, ഇന്ന് വീഡിയോ പല്ല് വെച്ചു. വീഡിയോയിൽ അറിയാലോ പല്ല് തേച്ച അല്ല അവർക്കറിയാം. അങ്ങനെ പിള്ളേര് വിട്ടു. 8:45. അതിന് വേഗം പോയിട്ട് ഉച്ചക്കാലത്തെ വൈകുന്നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി എന്റെ തലയിൽ നിന്ന് വെളിച്ചെണ്ണ അയക്കണം. ഞാൻ ഉറങ്ങാൻ പോവാ. വെളിച്ചെണ്ണ അയക്കണ്ട തലയില്? അതൊക്കെ വേഗം ഫുഡ് വെച്ചിട്ട് പിന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. 12 മണിയാകുമ്പോ ഞാൻ പോകും. അത് കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചെന്നിട്ട് വേഗം നിന്റെ തലയിൽ വെളിച്ചെണ്ണ അയച്ചു കൊടുത്ത് നിന്റെ കുളിച്ച് പോയി കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഞാൻ ഫുഡ് വെക്കും ഉച്ചക്കാലത്തേക്ക് വൈകുന്നേരത്തേക്കുള്ളത്. അപ്പോ ഇത് ജസ്റ്റ് ഒരു ഞങ്ങളുടെ കാലത്തെ റൊട്ടീൻ. എന്താണ് ഞങ്ങൾ പിള്ളേരെ സ്കൂളിൽ വിടുമ്പോ ഇതെല്ലാ ദിവസവും ഇതുപോലെ തന്നെ ആവണമെന്നില്ല കേട്ടാ. ഇപ്പൊ ഞാൻ മോർണിംഗ് പോണ ദിവസത്തെ റൊട്ടീൻ ഉണ്ട്, വേറെ റൊട്ടീൻ. അത് മൊത്തം നിന്റെ ഏട്ടനായിരിക്കും പണി. പിന്നെ നിന്റെ ഏട്ടൻ പിള്ളേരും കൂടി മറ്റേ അടുക്കള ഞാനും വേഗം ഐഡിയ പൂർവ്വം എല്ലാം ചെയ്യും. എന്റെ പോലെ എന്റെ ഏട്ടൻ കുറച്ചും കൂടി ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. എല്ലാം സെറ്റ് ആയിരിക്കും. തലേദിവസേ എല്ലാം ഞാൻ പാത്രത്തിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചെലപ്പോ എല്ലാം ഇവരുടെ ലഞ്ച് ബോക്സ് വരെ റെഡി ആയിരിക്കും. കാലത്ത് വല്ല ദോശ ഉണ്ടാക്കി കൊടുക്കേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇവര് മറ്റേ ചോക്കോസും പാലും തന്നിട്ട് പൊക്കോളും. അത്രയ്ക്കേ ഉള്ളൂ. ഇന്നലത്തെ മഴയിൽ എന്തോരം വെള്ളം നോക്കി. ഫുള്ള് വെള്ളം കേട്ടാ. നല്ല അടിപൊളി വെള്ളം. സൈഡിലൊക്കെ കണ്ടാ? അയ്യോ, നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്തിട്ട് വെള്ളമായ പോലെ ഇല്ലേ? നമ്മളെ വെള്ളത്തിൽ കൂടെ വണ്ടി കൊണ്ടുപോകണം. അടിപൊളി. ശരിക്കും മെയിൻ റോഡല്ല, പക്ഷെ അടിപൊളിയായിട്ട് എന്തോരം വെള്ളം നോക്കി. രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട്. രാത്രി അപ്പൊ നല്ല മാതിരി മഴ പെയ്തിട്ടുണ്ട് അല്ലേ? തണുപ്പുണ്ട്. തണുപ്പ് 18-17 ഡിഗ്രി. പക്ഷെ നല്ല തണുക്കണ്ടല്ലോ. മഴ പെയ്തണ്ടായിരിക്കില്ല. ഇന്നലെ രാത്രി ഭയങ്കര ചൂടായിരുന്നു. മഴ പെയ്യുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, തണുപ്പില്ല. മഴ പെയ്ത് തണുപ്പ് പോകും. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ ഭയങ്കര മഴ, കൊടും മഴ. എന്നിട്ട് ഞാൻ എങ്ങനെ അറിയോ, ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിരിക്കുന്നത്.
ഇങ്ങനെ നോക്കി ഓടിച്ചിട്ടുണ്ടായിരുന്നു. വഴി കാണാത്തല്ലേ? ഒന്നും കാണാൻ പറ്റുണ്ടായില്ല. അതിനിടയ്ക്ക് കോടയും. എന്നിട്ട് ഒന്നും കാണാൻ പറ്റില്ല. ഭയങ്കര പാടായിരുന്നു വണ്ടി ഓടിച്ചിട്ട് വരാൻ. വണ്ടി സൈഡിൽ നിർത്തണം. എവിടെ നിർത്തണം? മൂട്ടിൽ കൊണ്ട് ഇടിക്കും ആൾക്കാര്. ഇവിടെ നമുക്ക് പഠിക്കുന്ന സമയത്തുണ്ട്, നമ്മള് ഡ്രൈവ് ചെയ്യുമ്പോ ഭയങ്കരമായിട്ട്, പക്ഷെ അവർക്ക് അറിയില്ല, മൂട്ടിൽ കൊണ്ട് നല്ല ഇടിക്കും. നമ്മൾ കഴിഞ്ഞ ഭയങ്കരമായിട്ട് സൺലൈറ്റ് വരാണെങ്കിൽ വണ്ടി സൈഡിൽ നിർത്താൻ പറഞ്ഞിട്ട്. പക്ഷെ മറ്റേ മെയിൻ ഹൈവേയിലൊന്നും കൊണ്ട് നിർത്താൻ പറ്റില്ല. പറ്റുമോ? ഹൈവേയിലല്ല, ഹൈവേയില് പോണ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടാവും, നിർത്തുന്ന സ്ഥലങ്ങളുണ്ടാവല്ലോ, അത് നിർത്തണം ശരിക്കും. അല്ലെങ്കിൽ പിന്നെ റിസ്ക് ആണ് നമ്മള്. ശരിയാ. അപ്പൊ അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ വീടിന്റെ അടുത്ത് എത്തി. അപ്പൊ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും ബൈ.